ഇതാണ് സംഭവം. സ്കൈ ഡൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ 5 രൂപയുടെ യൂണിബുക്കും കിട്ടും, ഒരു ഫ്രൂട്ടിയും കിട്ടും. പെപ്സിയും ഒരു പിസയും വാച്ച് മോളിൽ പോയി കഴിച്ചാൽ ഡൈനിങ് ആയി. ഇപ്പൊ നിങ്ങൾ സ്കൈ ടീ ആൻഡ് സ്നാക്ക് എന്ന് പറയണം, ഡൈനിങ് ആയില്ല. ടീ ആൻഡ് സ്നാക്കിൽ ടീ ഇല്ല, ജസ്റ്റ് ഒരു ഫ്രൂട്ടി. അത് സംഭവം കൊള്ളാം കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. രാത്രിത്തിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ നല്ലത് തോന്നുന്നത് പകലായിരിക്കും. പകലാണ് നമ്മുടെ ആലപ്പുഴയുടെ വ്യൂ നോക്കി ആ സൈഡ് വ്യൂ നോക്കി എടുക്കണം. ഈ സൈഡിൽ വ്യൂ ആകുമ്പോൾ ഇപ്പുറത്ത് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല രാത്രി ആകുമ്പോൾ. ആ സൈഡിൽ സൈഡ്, അതായത് ഈ സൈഡ് അല്ല, ഇതിന്റെ അപ്പുറത്തെ സൈഡ് നടക്കുന്ന സൈഡിലെ സീറ്റ് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ സൈഡിൽ 2 സീറ്റ് അടിപൊളി, ഈ 2 സീറ്റ് ഇവിടുത്തെ 2 അവിടുത്തെ 2 അതാണ് നൈസ്. പിന്നെ പുറത്ത് ഡൈനിങ്, സ്ഥാനം കൂടെ അകത്ത്, നമ്മളെ പുറത്തിരുത്തിയില്ല ഗൈസ്. ഞങ്ങള് ഔട്ട് സൈഡ് ഈ ക്രെയിൻ്റെ അകത്ത് വെച്ചിട്ട് ഒറ്റ പോക്കലാണ്. അപ്പോൾ സ്റ്റാർട്ട് അപ്പം പൊങ്ങാൻ പോവാണ്. കഴിക്കടിച്ചോണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഇവിടെ നിന്ന് ഫ്രൂട്ടിയൊക്കെ കുടിച്ച് 5 രൂപ യൂണി ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. സ്കൈ ഡൈനിങ് ട്രൈ ചെയ്യാനുള്ളവരൊക്കെ നേരെ നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നു. സംഭവം വെറൈറ്റി ആണ്. ഒരു 1 ടൈം ഏറ്റവും ട്രൈ ചെയ്ത് നോക്കുക. പകലെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇവിടുത്തെ ഈ സീറ്റും ബാക്കിലത്തെ ആ 2 സീറ്റും, അത് രണ്ടുമാണ് പൊളി. പിന്നെ അപ്പർ സൈഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വലിയ വ്യൂ കിട്ടത്തില്ല. പകലെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. രാത്രിയാകുമ്പോൾ ലൈറ്റ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് ആലപ്പുഴയുടെ ഒരു ഇത് കറക്റ്റ് കിട്ടത്തില്ല, ബീച്ചും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം നോക്കുക എല്ലാവരും. ഒരു സൺസെറ്റ് ടൈമിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. മേളിൽ ഇത്ര മിനിറ്റ്, 10 മിനിറ്റിന് മേളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സൺസെറ്റൊക്കെ കിട്ടുവാണെങ്കിൽ മൂഡ്